ഇന്ന് നമുക്ക് ചോറിനും ദോശയ്ക്കും ഇഡ്ഡലിക്കും കപ്പയ്ക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന 4 ചമ്മന്തികൾ പരിചയപ്പെടാം. ആദ്യത്തേത് നമുക്ക് മാങ്ങാ ചമ്മന്തിക്ക് ഇതിൽ തേങ്ങ ഉപയോഗിക്കത്തില്ല കേട്ടോ. ഞാൻ ഒരു വലിയ മൂവാണ്ട മാങ്ങയായിരുന്നു, അതിൻ്റെ തൊലി കളഞ്ഞ് എടുത്തു. കുറച്ച് ചെനച്ചതുമായിരുന്നേ. അതിനകത്തൊരു 10 കൊച്ചുള്ളി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. തേങ്ങ ഉപയോഗിക്കാത്ത ചമ്മന്തി ഞാനും ഈ ഇടയ്ക്കാണ് ഇത് അറിയുന്നത്. അരച്ചെടുത്തതിൽ ഇച്ചിരി ഉപ്പും കൂടെ വേണമായിരുന്നു. അതും ഇട്ട് ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി ഒരു ചമ്മന്തിയാണേ. അടുത്തത് നമുക്ക് ഇനി നോക്കാനുള്ളത് ഒനിയൻ ചട്നി. നമുക്ക് ഇഡ്ഡലി ദോശയ്ക്ക് പറ്റിയതാണ്. ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട്. 3 സവാള ഇതാ ഇങ്ങനെയൊക്കെ മുറിച്ച് വെച്ചു. അതിലേക്ക് ഓപ്ഷണലാണ്, ഒരു വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം. അത് നന്നായിട്ട് ചോപ്പ് ചെയ്യണം. നന്നായിട്ട് ഒന്നെങ്കിൽ കൊത്തി അരിഞ്ഞ് പൊടിയായിട്ട് വരണം, അല്ലെങ്കിൽ ചോപ്പ് ചെയ്ത് ഇതാ ഇങ്ങനെ പൊടിയായിട്ട് കിട്ടണം. വലിയ കഷ്ണമാകരുത്, അപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇത് നമ്മൾ ഇതേപോലെ തന്നെ ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് ഇഡ്ഡലി ദോശയുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ്. ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇതെൻ്റെ കസിൻ ബാംഗ്ലൂരുള്ള ആശ പറഞ്ഞത് പ്രകാരം ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയതാണേ. നല്ല ടേസ്റ്റാണ്, ഞാൻ കഴിച്ചിട്ടും ഉണ്ട് അവിടെ നിന്ന്. അടുത്തത് നമുക്ക് ചോറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മുളക് ചമ്മന്തി. അതിന് നമുക്ക് ഇങ്ങനെ ഒരു 4-5 വറ്റൽമുളക് പൊള്ളിച്ചെടുക്കുക. അതിന് ശേഷം ഒരു 5-6 കൊച്ചുള്ളിയും ഒരു ചെറിയ മുളക് ഒരു പീസ് പുളി ഇത് മിക്സ് ചെയ്ത് എണ്ണയിൽ ഉടച്ച് ഉപ്പും ചേർത്ത് കഴിക്കുക. ലാസ്റ്റ് വൺ, നിറയെ കൊച്ചുള്ളിയാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ ഒരു 10-25 കൊച്ചുള്ളി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു സവാളയും കൂടെ എടുത്തു. അത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലോട്ടിട്ടിട്ട് നല്ല പോലെ, ഒരുപാട് സമയം വേണം, ഒരു 10 മിനിറ്റെങ്കിലും വേണം, സിമ്മിലിട്ട് നമുക്ക് മൊരിച്ചെടുക്കണം. എൻ്റെ അമ്മയൊക്കെയാണെങ്കിൽ വറ്റൽമുളകാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം വറ്റൽമുളക് എണ്ണയെ വറുത്ത് കോരും, എന്നിട്ടാണ് ഉള്ളി വഴറ്റുന്നത്. ഇതേപോലെ ഗോൾഡൻ കളറാകുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മതി, നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി ചൂടാറാൻ വയ്ക്കുക. നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് ഇതേപോലെ വന്ന ശേഷം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. കാരണം ഓൾറെഡി വഴറ്റി വെച്ചത് കൊണ്ട് ഈ ഉള്ളിയൊക്കെ അപ്പം തന്നെ ഉടഞ്ഞങ്ങ് ചേർന്ന് പോവും, കണ്ടോ. എന്നിട്ട് ഇതിലോട്ടും കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല പോലെ മിക്സ് ചെയ്ത്, ഏറ്റവും ടേസ്റ്റ് കപ്പയ്ക്ക് ഈ മുളക്, പിന്നെ ദോശ ഇഡ്ഡലി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. 4 ചമ്മന്തിയും എല്ലാവരും ട്രൈ ചെയ്യണേ.